ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഉടൻ തന്നെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് പുറത്തു വന്നിരുന്നു. കേന്ദ്ര ബഡ്ജറ്റ് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ഈ ബഡ്ജറ്റ് ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ ഉതകുന്ന രീതിയിൽ ആ ഒരു വഴിയിലേക്ക് പാത നീട്ടുന്ന ഒരു ബഡ്ജറ്റാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ വളർച്ചാ പരിഷ്കാരങ്ങൾ, ദീർഘകാല വികസന ലക്ഷ്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് 2026 കേന്ദ്ര ബഡ്ജറ്റ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം, അതായത് നമ്മുടെ പ്രധാനമന്ത്രി, സ്ത്രീ ശാക്തീകരണം, യുവജന പങ്കാളിത്തം, വികസന ഇന്ത്യയെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്നിവ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ചരിത്രപരമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഈ ബഡ്ജറ്റിനെ ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത. ആ വസ്തുതയിലേക്ക് നമ്മൾ മുഖം തിരിക്കാതെ തന്നെ അത് പരിശോധിക്കുമ്പോൾ UPA സർക്കാരിന്റെ കാലത്തെ ബഡ്ജറ്റും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തിന്റെ ബഡ്ജറ്റും നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. UPA കാലത്തെ ബഡ്ജറ്റ് കൂടുതൽ വെൽഫെയർ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ബഡ്ജറ്റായിരുന്നു. അതായത് അന്നന്ന് കിട്ടുന്ന സാധനങ്ങൾ അന്നന്ന് ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു UPA സർക്കാരിന്റെ കാലത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. 100 രൂപ കിട്ടിയാൽ 50 രൂപ കൂടെ കടമെടുത്ത് 150 ആക്കി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നതാണ് UPA സർക്കാരിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അതിന്റെ നേരിട്ടുള്ള വിഹിതം കിട്ടുമ്പോഴും ഇതിനകത്ത് അഴിമതി പ്രബലമായിരുന്നു എന്ന് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കണം. 150 രൂപ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ അതിൽ 120 രൂപയും അഴിമതി പണമായി പോകും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതും ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ബഡ്ജറ്റാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആനുകൂല്യങ്ങളാണ്. ഉദാഹരണത്തിന് ആശുപത്രികൾ, റോഡുകൾ, മറ്റ് സാധനങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി ആ കാർഡ് പാവപ്പെട്ടവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഫലം ലഭിക്കുകയില്ല. മറിച്ച് അവർക്കൊരു അസുഖം വരുമ്പോൾ ഈ കാർഡ് എടുത്തുകൊണ്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ചികിത്സ ലഭിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.